ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇടുക്കി ട്രാവൽ ബ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഫസ്റ്റ് പാർട്ട് നിങ്ങളെല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി ജസ്റ്റ് കാണാൻ. ഒരു 6 മിനിറ്റ് വീഡിയോ അടിപൊളി നീലക്കുറിഞ്ഞാണ്ട് വീഡിയോ കേട്ടോ. ഞങ്ങൾ കാൽവരി മൗണ്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കോ അല്ല, ഹിൽ വ്യൂ പാർക്കിലേക്കാണ്. ആക്ച്വലി ഈ കയറ്റം കയറി ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരിക്കും എന്നാണ്. പക്ഷേ അല്ല ഗൈസ്, അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. ഇവിടുന്ന് ഒരു വലിയ കുന്ന് പോലത്തെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഹിൽ വ്യൂ പാർക്കിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ നടക്കാൻ തുടങ്ങി ഗൈസ്. നടന്ന് കുറേയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചായിരുന്നു. പക്ഷേ സാരമില്ല, പോകുന്ന വഴി ഒരുപാട് കുരങ്ങന്മാരെയും കണ്ടു കേട്ടോ ഗൈസ്. ഇപ്പം ഞങ്ങൾ ഹിൽ വ്യൂ പാർക്കിലാട്ടോ. ഇവർ രണ്ടുപേരും ജയന്റ് സിംഗ് ചെയ്യാൻ വേണ്ടി പോവാം. ഞാൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ജയന്റ് സിംഗ്. പിന്നെ എനിക്ക് ഇവനെ ഒന്ന് ചെയ്യിപ്പിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ കൂടെ ഒരാളും കൂടി വേണം. കണ്ടോ ചേച്ചി അതൊക്കെ ആയിട്ട് ജയന്റ് സിംഗിനും. എടാ ഇത് ചെറുതാടാ. ഏറ്റവും മുകളിൽ വരുമ്പോൾ ഉള്ളൊരു വ്യൂ ആട്ടോ ഇത് ആക്ച്വലി ഡാമിൻ്റെ വ്യൂ ആണ്. ചെറുതോണി ആൻഡ് ഇടുക്കി ഡാമിൻ്റെ വ്യൂ ആണ്. ഇവിടെ ഒരു ജയന്റ് സിംഗ് ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച അത്ര ഹൈറ്റിലൊന്നും അല്ലായിരുന്നു ഈ ജയന്റ് സിംഗ്. അധികം ഹൈറ്റ് ഒന്നുമില്ല, ഒരു കുഞ്ഞു സാധനമായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് അടിപൊളി സാധനം. എടാ ജസ്റ്റ് വ്യൂ നോക്ക്. രണ്ട് വാക്ക് പറയാവോ മിസ്ന? രണ്ടു വാക്ക് പറ. സൂപ്പറായിരുന്നു, അടിപൊളിയാണ്. ബാക്കി നടക്കുന്ന രണ്ടുപേരും ഓൾറെഡി ജയന്റ് സിംഗ് ഒക്കെ ചെയ്തിട്ട് വരുമോ. ഇവന് പേടിയാണെന്ന് പറഞ്ഞു ഇവൻ എന്റെ കൂടെ ജയന്റ് സിംഗിന് വന്നില്ല ഗായ്സ്. ഇനി നമുക്ക് വാച്ച് ടവറിലോട്ട് പോകാം. ഇടുക്കി ഡാമിന്റെയും ചെറുതോണി ഡാമിന്റെയും ഒരു കിടിലം വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ കഷ്ടപ്പെട്ട് ഈ സ്റ്റെപ്പെല്ലാം കയറിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, ആ കാണുന്നതാണ് ചെറുതോണി ഡാം ആൻഡ് ദാറ്റ് ഈസ് ഇടുക്കി ഡാം. ഞങ്ങൾ ആർച്ചറി ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ലച്ചി തിരിച്ചു വരല്ലേ കേട്ടാ, മാറുന്നോടാ. ആ ചെയ്തോടാ, രണ്ടെണ്ണം എടുക്കാം. എന്നിട്ട് പകുതി പേരി എന്തിന് അഞ്ചെണ്ണോ കൊടു എന്താ കൈ ഓർക്കണ്ടല്ലോ. ആ വലിക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ. പിടിച്ചാ ഞാൻ തന്നെ ഞാൻ ചെയ്യാം. മാറും ചെക്കൻ കാണിച്ചിരുന്നു നോക്കട്ടെ, എനിക്കറിയാൻ മാറും ഞങ്ങളുടെയൊക്കെ. എവിടെ കൊണ്ട് കണ്ടില്ല. മുസ്ലിം എന്താ കാണിച്ച് അതിർക്കണ്ട. ഇവിടെ ഉണ്ട്, എണ്ണം വെച്ചേക്കണത്. ആ എണ്ണം വെച്ചേക്കണാണ്. ചേട്ടാ അടുത്ത് നട്ടിട്ടുണ്ട് കേട്ടോ. അടുത്ത കാണട്ടെ ഉണ്ടല്ലോ. നിന്റെ അവിടെ അപ്പുറത്ത് പറഞ്ഞിരിക്കോ അതേ പറഞ്ഞിട്ട് ദിവസാ വിറകും അടിക്കുന്ന ഓണെന്ന്. ചേട്ടാ വിറക് അടുത്ത് ഞാൻ അടിക്കാം. അന്റെ മോനെ റെഡ് അത് കിട്ടിയിട്ടുണ്ട്. ഏടാ റെഡ്. എന്നാ മൂസ് വാശി പുറത്ത്. മൂസ് വാശിക്ക് മഞ്ഞ
മൂസ കയറിന്നോടാ. ഏ ഓ ഒരെണ്ണം അടിക്ക്. ഇല്ല നീ അടിച്ചോ. കിട്ടോ അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഓ സീൻ അപ്പോ അമ്പ ഇത് കഴിഞ്ഞ ഗൈസ് ഞങ്ങൾ ഇനി ഏതോ ഒരു വാട്ടർഫോൾസ്. എടാ ഏത് വാട്ടർഫോൾസിലാടാ? പുന്നിയാർ വാട്ടർഫോൾസിലോട്ട് പോവാന്നാ പറഞ്ഞ. അപ്പോൾ അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റും. ഹലോ എമി ബോയ് ഇത് കാണുവാണെങ്കിൽ എമി ബോയ്ക്ക് ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയ കുഞ്ഞ വന്നത്. കുഞ്ഞിവിടെ പാപ്പായെയും ഉമ്മിയെയും എമി ബോയെയും കണ്ടു. അങ്ങോട്ട് പോയി. ആ തോണ്ട് അയ്യാ ആളെമി ഹലോ. ഒത്തിരി എമ്മി പോയി ഇതാണ്ട് കണ്ടോ, പാപ്പ ഉമ്മി ആൻഡ് എമ്മി പോയി. ഞങ്ങൾ നേരെ പുന്നിയാർ വാട്ടർഫോൾസിലോട്ട് പോയി. നമുക്ക് വാട്ടർഫോൾസ് കാണാം ഗൈസ്. ഗൈസ് സംസാരിക്കുന്ന കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞങ്ങളിപ്പം പുന്നിയാർ വാട്ടർഫോൾസിലേക്ക് വന്നേക്കാം. ആക്ച്വലി ഇത് ചെറുതായിട്ട് ഇവിടെ നിന്ന് കാണാം, പക്ഷെ അവിടെ ഇപ്പോൾ വെള്ളം ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു മിനിറ്റ് നടക്കാനുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവാണ് ഗൈസ്. കണ്ടിട്ട് നല്ല വെള്ളം കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. നോക്കാം. ഇവയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കിടിലം വാട്ടർഫോൾസ് കാണിച്ചു തരാം, ആരുമില്ലാത്ത വാട്ടർഫോൾസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോൾ ഒരു 3 ബൈക്ക് നിറച്ചും തമിഴ് പിള്ളേർ വന്നിട്ടുണ്ട്. വിത്ത് 1 കവർ ഓഫ് ഡ്രസ്സ്. പറ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഈ കാട്ടേ കൂടെ. ഓക്കെ കാട്ടേ കൂടെ ഇങ്ങോട്ടാ കൊണ്ടുപോകുന്നത്. ചിച്ചു എങ്ങാനും ഈ വീഡിയോ അറിയാണ്ട് കാണുവാണെങ്കിൽ ആൾക്കാരുണ്ടോ? ഓ വണ്ടിയൊക്കെ ഇരിക്കുന്നത് കഴിച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറേ നേരം നല്ല എന്താ പറയുന്ന കല്ലുകൾ നിറഞ്ഞ റോഡിൽ കൂടെ, റോഡൊന്നും പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ ചെറിയ ചെറിയ വഴി കൂടെ ഞങ്ങൾ നടന്ന് എവിടെ അങ്ങ് താഴെ എത്തി. ആ താഴെ എത്തിയപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വാട്ടർഫോൾസ് പോലെ കാണുന്നത്. ഇമ്മാതിരി വഴിയായിരുന്നു ഫുള്ളും. ഓഹ് കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സംഭവം കാണിച്ചു തരാവേ. ഒരുപാട് താഴെ ഇങ്ങനെ കുറേ നടന്ന് വന്നിട്ട് ഈ വ്യൂ കാണുമ്പോൾ കിട്ടുന്നൊരു എന്താ പറയുക ഫീൽ ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് വാട്ടർഫോൾസിനടുത്ത് ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്, ഇത്രയും വലിയ വാട്ടർഫോൾസിനടുത്ത്. ആൻഡ് അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ക്ലോസ് ടു മൈ ഹാർട്ട് എന്നൊക്കെ പറയുന്നൊരു ഫീലായിരുന്നു. ഗായ്സ് ഞാൻ അവിടെ എന്തോ വലുതായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ വാട്ടർഫോൾസിൻ്റെ സൗണ്ട് കാരണം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി ഞാൻ അങ്ങുള്ള കല്ലിനകത്ത് പോയി നിന്നോന്നായിരുന്നു പറഞ്ഞത്. അയ്യോ രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ, ഫുള്ള് നനഞ്ഞ് അടിപൊളിയായി. ഞാൻ ഇന്നലെ ജിമ്മിൽ ലെഗായിരുന്നു, അങ്ങനെ കാലെനിക്ക് അനക്കാൻ വയ്യ. എന്നിട്ടാണ് ഇവൻ ഈ കല്ലും മുള്ളും നിറഞ്ഞ സ്ഥലത്തൂടെ ഞങ്ങളെയും കൊണ്ട് പോയത്. ഇതിനെ പറ്റി 2 വാക്ക് പറയാനുണ്ട് ബൈ. അതിനിടയിൽ കൂടെ എനിക്കിട്ട് പുച്ഛം. ഇവനൊക്കെ ഞാനൊക്കെ ആദ്യമേ ഭയങ്കര മോളിൽ കയറി വന്നിട്ട് ഇവനൊക്കെ കയറുന്നത്. പക്ഷേ റിയലി വർത്ത് ഇറ്റ് ഗൈസ്. അത്ര കഷ്ടപ്പെട്ടാലും അങ്ങ് താഴെ ചെല്ലുമ്പോഴത്തേക്കൊരു വാട്ടർഫോൾസ് ഉണ്ട്, അത് അടിപൊളിയാണ് കേട്ടോ. പുന്നിയാർ വാട്ടർഫോൾസ് അത് അടിപൊളിയാണ്. അപ്പം ഇവിടെ അതിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. പുന്നിയാർ വാട്ടർഫോൾസിൽ നിന്ന് ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറി. ഒരു 2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലഞ്ച് കഴിക്കാൻ കയറി. അവിടെ നല്ല അടിപൊളി മീൽസും ബിരിയാണിയൊക്കെ കഴിച്ചു, വയറ് നിറച്ചും കഴിച്ചു. കാരണം രാവിലെ 7:30 എങ്ങാണ്ടായിരുന്നു ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതിനുശേഷം ഇത്രയും ഗ്യാപ്പ് വന്നുകൊണ്ട് നല്ല അടിപൊളി വിശപ്പുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ലഞ്ച് കൊണ്ട് ഞങ്ങൾ ട്രിപ്പ് എൻഡ് ചെയ്തില്ല. ഞങ്ങൾ നേരെ മൂന്നാറിലേക്ക് വിട്ടു. അയ്യോ എൻ്റെ അമ്മ, ഞാനൊരു 4-5 പ്രാവശ്യം ഈ മൂന്നാർ പോയിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം മൂന്നാറിന് പോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി എന്നൊക്കെ പറയത്തില്ല, ഒരു യുണീക്ക് ബ്യൂട്ടി എന്നൊക്കെ പറയത്തില്ലേ, ആ സംഭവമാണ് കേട്ടോ ഓൾ ടൈം എപ്പോൾ പോയാലും മൂന്നാറിനുള്ളത്.
അവിടെ കുറേ നേരം നിന്ന്. ആൻഡ് ക്ലൈമറ്റ് ഈസ് കിടിലം. എന്താ പറയുക, നല്ല തണുപ്പും നല്ല കോടയൊക്കെ നിറഞ്ഞൊരു ക്ലൈമറ്റായിരുന്നു. ഈ ഒരു ബ്യൂട്ടി കണ്ടില്ലേ, ഇത് എപ്പോഴും ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അവിടെ നിന്ന് അടുത്തൊരു കിടിലം ചൂട് കട്ടനൊക്കെ കുടിച്ച് ആ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ ട്രിപ്പൊക്കെ അവസാനിച്ച് നേരെ തിരിച്ചിറങ്ങി. എനിക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ എൻ്റെ ഡിഫറെൻറ്റ് ആംഗിൾസിലുള്ള ഓരോ വീഡിയോസൊക്കെ എടുത്തു. കൂടുതൽ ഇവനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്, കാരണം നല്ല കാറ്റുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലൊരു ഷട്ടൊക്കെ ഇട്ടുണ്ടാകും വന്ന്, എനിക്കറിയാൻ പാടില്ല എന്തോ ഉദ്ദേശിക്കുന്നതെന്നൊന്നും. ആൻഡ് ഇറ്റ് ഈസ് കിഡ്ലം ഗൈസ്. ഇതോടുകൂടി ഞങ്ങളുടെ ട്രിപ്പ് മൂന്നാർ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ടാട്ടോ പോയത്. അതായപ്പോഴത്തേക്ക് ഞങ്ങളുടെ ട്രിപ്പ് ദേ ഇവിടെ വെച്ച് എൻഡ് ആയിരിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഇനിയും ഇതുപോലത്തെ ട്രാവൽ വീഡിയോസ് വേണമെങ്കിൽ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.